അടിപൊളി മൂവി എന്ന് പറഞ്ഞാൽ അടിപൊളി മൂവി. കാര്യം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ ഹരിഹരദാസ് മാമനുണ്ട്. പുള്ളി പോലീസാണ്. അപ്പോൾ പുള്ളിയുടെ ഒപ്പം പുള്ളിയുടെ ക്വാർട്ടേഴ്സിൽ പോയിട്ടുണ്ട്. അവിടുത്തെ പോലീസുകാരുടെ ക്വാർട്ടേഴ്സ് ജീവിതം, പിന്നെ പോലീസ് സ്റ്റേഷനിലെ കാര്യങ്ങൾ ഒക്കെ നമുക്ക് കണ്ടിട്ടുള്ളത് കൊണ്ട് കുറേ കൂടെ ഒരു അതിൽ പോലീസുകാർക്കൊപ്പം ജീവിക്കുന്ന ഒരു ഫീലായിരുന്നു. അതിൽ പോലീസായിട്ട് കുഞ്ചാക്കോ പോലുണ്ട്. കുഞ്ചാക്കോൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഫ്രണ്ട്, അടിപൊളി ഒരു ഫ്രണ്ടാട്ടോ, എന്തിനും ഒപ്പം നിൽക്കുന്ന ഒരു ഫ്രണ്ട്. അത് മാത്രമല്ല, ഫസ്റ്റ് ഹാഫ് ഇൻ്റർവെല്ലായതുപോലും അറിഞ്ഞില്ല. അതാണ് സത്യാവസ്ഥ. അത്ര ലാഗ് ഇല്ലാതെ ഒരു ഫാസ്റ്റ് മൂവിങ് ആയിട്ട് എന്താണ് ഓരോ മൊമെൻറ്റും നമുക്ക് കുറച്ച് സർപ്രൈസോടു കൂടിയ ഒരു മൂവിയായിരുന്നു. പക്ഷേ മൂവി അടിപൊളിയാണ്. ഇതിൻ്റെ ഡയറക്ടറോടും ഇതിൻ്റെ എഴുതിയ ആളോടും എനിക്കൊരു ചോദ്യമുള്ളത്, ശരിക്കും അതിൽ ആ പോലീസുകാരെ എഴുതിയ കഥയുടെ ക്ലൈമാക്സ് ആണോ അതോ ആ ക്രൈമിൻ്റെ ക്ലൈമാക്സ് ആണോ ലാസ്റ്റ് കാണിച്ചേ? എനിക്കറിയാൻ മേലത് ചോദിക്കുക. സിനിമ അടിപൊളിയാ, പക്ഷെ കണ്ടിറങ്ങിക്കഴിഞ്ഞ് എനിക്ക് ആ ഒരു എന്താണെന്ന് ശരിക്കും മനസ്സിലായില്ല. ആരെങ്കിലും ഉന്മാദം മൂവി കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരുമോ പ്ലീസ്? ഒരു റിക്വസ്റ്റാണ്. ഇന്നലെ മുതൽ ഞാൻ ചിന്തിച്ച് നടക്കുകയാണ്, ശരിക്കും അതൊരു ഹാലുസിനേഷൻ ആണോ അതോ ആ ക്രൈമിൻ്റെ ക്ലൈമാക്സ് തന്നെ ആണോ? ഒന്നും മനസ്സിലാവുന്നില്ല. പോലീസുകാരിലും ജ്യോതിഷം പഠിച്ചവരുണ്ടെങ്കിലുള്ള പ്രശ്നമാണോ അതോ നിങ്ങൾ തന്നെ പറ. പോവലെ ഒരു കാര്യം എടുത്തു പറഞ്ഞോട്ടെ, കുഞ്ചാക്കോ ബോബൻ ആയിക്കോട്ടെ, പുള്ളിയുടെ വൈഫായിട്ട് അഭിനയിച്ച ആളായിക്കോട്ടെ, ആ മക്കളായിക്കോട്ടെ, എല്ലാവരും അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ശരിക്കും നമ്മൾക്ക് നടക്കുന്നൊരു സംഭവം പോലെ പോലീസുകാരുടെ കുറേ എന്താ പറയുക, ഡ്യൂട്ടിയിലുള്ള കുറച്ച് കഷ്ടപ്പാടുകൾ, നൈറ്റ് ഡ്യൂട്ടി ആയിക്കോട്ടെ, ഓരോ ഇഷ്യൂസ് വരുമ്പോൾ ഫേസ് ചെയ്യുന്നതും അങ്ങനെയുള്ള എല്ലാം നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റുന്ന 174 മറക്കില്ല. ഒന്ന് കറക്റ്റ് പറഞ്ഞു തരണേ ആരെങ്കിലും.